അനുഗ്രഹം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഞാൻ പിറവത്ത് കർത്താവദാസന്റെ ബാബു ചെറിയ പാസ്റ്ററോട് കൂടെ ഒരു വർഷക്കാലം സഹശുശ്രൂഷനായിട്ടിരിക്കാൻ കർത്താവ് അവസരത്തെ നൽകി. എന്നാൽ ഞാൻ അവിടെ ആയിരുന്ന സമയത്താണ് ആദ്യമേ കർത്താവദാസന് ഈ ഒരു ഇവിടെ കടന്നു വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അന്ന് ഞാൻ പറയുവാനിടയായി തോന്നുന്നു എനിക്ക് വരാൻ കഴിയുകയില്ല, കാരണം എനിക്ക് പിറവത്ത് പോകേണ്ടതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ തക്ക സമയമായപ്പോൾ ഞാൻ പിറവത്തിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ച് കടന്നു വരേണ്ട ഒരു സാഹചര്യം വന്നു. ആ ഒരു ദൈവത്തിന്റെ ഒരു സമയമാണ് ഇതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നെ ചെറുപ്പം മുതൽ അറിയാവുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കാം. 40-ാം സങ്കീർത്തനം ഒരു ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണെന്ന് ഇതിന്റെ തലക്കെട്ടിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ അതിന്റെ 5-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. 40-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. ഇത് ദാവീദിന്റെ സങ്കീർത്തനമാകയാൽ ദാവീദ് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പദമാണ് നാം ആദ്യം വായിച്ചു കേട്ടത്. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളും കഷ്ടതകളും ഒറ്റപ്പെടലുകളും ഒക്കെ തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിട്ടുണ്ട്. അവൻ ശൗലിനോടുള്ള ബന്ധത്തിൽ, പ്രാണഭയത്തിൽ, പല ഇടങ്ങളിൽ, പല ഗൃഹങ്ങളിലും, വയലുകളിലുമെല്ലാം ഒളിച്ചോടുവാനും ഭയത്തോടെ ഒളിച്ചിരിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ അവന്റെ കഷ്ടതയുടെ ആ സമയത്തിലും പ്രതികൂലത്തിന്റെ സമയത്തിലും ദാവീദ് തന്റെ ദൈവത്തെ കൈവിട്ടില്ല. ഹല്ലേലൂയ. തന്റെ കൂടെ ആര് കൂടെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ, താൻ ദൈവത്തെ കൈവിടുവാൻ ഇടയായി തീർന്നില്ല. തന്റെ കഷ്ടതയിലും ദാവീദ് തന്റെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയായി തീർന്നു. 40-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഇപ്രകാരമാണ് ദാവീദ് പറയുന്നത്: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. പല പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ദാവീദ് തന്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറായി. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. ദാവീദിന്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധപൂർവം കേൾക്കുവാൻ തയ്യായി തോന്നുന്നു. ഇന്ന് പകൽ നാം സേവിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് എന്റെ കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ കഴിയും. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഇന്ന് പകൽ നാം പാടിയ പാട്ടുപ്രകാരമാണ്: കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ തിരു രക്തത്താൽ ഞാൻ ജയം പാടിടും. ഹല്ലേലൂയ. മഹത്വം രക്ഷക, സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നല്ലയോ നീ എന്നെ വീണ്ടെടുത്തത്. ദാവീദിന് പറയുവാൻ സാധിക്കും, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് നാശകരമായ കുഴിയുടെ അനുഭവങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. കുഴഞ്ഞ ചേറിന്റെ അനുഭവത്തിൽ കൂടെ ചേറ്റിൽ കൂടെ ദാവീദ് കടന്നു പോകുവാനിടയായി തീർന്നു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം ദാവീദ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സമയത്തെ വേർതിരിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലും നമ്മളും പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്.
ആമേൻ. രോഗം നമ്മളെ പിടിപെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട് ഒറ്റപ്പെടലുകളിൽ കൂടെ നാം പലപ്പോഴും കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ, ഹല്ലേലൂയ, ഇന്ന് പകലിലും ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സമാധാനത്തോടെ ഈ പകലിലും ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ കാരണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ്. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടതുകൊണ്ടാണ് ഈ പകലിലും സമാധാനത്തോടെ ഇവിടെ ഇരിക്കുവാൻ കാരണം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല. എന്നെ നന്നായി അറിയാവുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഇവിടെ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഓർത്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ആമേൻ, കുഴഞ്ഞ ചേറിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി എങ്ങനെ മുൻപോട്ട് ജീവിക്കുമെന്നും എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്തായി തീരുമെന്നുമൊക്കെ വിചാരിച്ച നാളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദാവീദ് തന്റെ ജീവിതത്തിൽ ദൈവം തന്റെ ജീവിതത്തിൽ അത്ഭുത പ്രവർത്തികളെ ചെയ്തപ്പോൾ ദാവീദ് പറയുക, എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. ഇന്ന് പകൽ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ, നമ്മുടെ ചാർച്ചക്കാരെക്കാൾ നമ്മളെ കുറിച്ച് വിചാരമുള്ള ഒരുവന്റെ സന്നിധിയിലാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, എന്റെ കാര്യം കേൾക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലല്ലോ, ഹല്ലേലൂയ, എന്നെ കൈ പിടിച്ചൊന്ന് ഉയർത്തുവാൻ, ഒരു വാക്കുകൊണ്ടൊന്ന് ആശ്വസിപ്പിക്കുവാൻ ഒരു വ്യക്തി പോലും എന്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുമായിരിക്കും. എന്നാൽ ഇന്ന് പകൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി വളരെ വിചാരിക്കുന്ന ഒരു ദൈവം ഈ പകൽ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ അടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഞെരുക്കങ്ങളും പ്രതികൂലങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവര് ഞങ്ങളെ കുറിച്ചൊന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ സ്വന്തക്കാര് നമ്മളെ കുറിച്ചൊന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ. ഞാൻ ഈ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഹല്ലേലൂയ, രക്ഷപ്പെടുവാൻ വേണ്ടി പല രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ വഴികളിലൊന്നും ദൈവം വഴികളെ തുറന്നില്ല. എല്ലാ വഴികളും ദൈവം അടച്ചു കളയുവാനിടയായി തീർന്നു. എന്റെ മുമ്പും പിമ്പും എന്നെ അടച്ച് യഹോവയുടെ കരം എന്റെ മേൽ വെക്കുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും ഞാൻ വിചാരിച്ചു, എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഹല്ലേലൂയ. എന്നാൽ എന്റെ അപ്പനേക്കാളും അമ്മയെക്കാളും എന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ എനിക്കുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. നിന്നോട് സദൃശൻ ആരുമില്ല. ഈ ദൈവത്തെ പോലെ സദൃശൻ ആരുമില്ല. പുറകോട്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്റെ വിവാഹം എങ്ങനെ നടക്കുമെന്നും തലമുറകളെ എങ്ങനെ വളർത്തണമെന്നും എങ്ങനെ മുമ്പോട്ട് നീങ്ങണമെന്നൊക്കെ വിചാരപ്പെട്ട ഭാരപ്പെട്ട നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ദാവീദ് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് തന്റെ ദൈവത്തോട് പറയുക, എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ നാം വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. നാം നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാമാകുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? ഈ ദേശത്തിന്റെ നടുവിൽ തകർന്നു പോകാമായിരുന്ന, തല താഴ്ത്തേണ്ടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ കടന്നു വന്നിട്ടില്ലേ? എന്നാൽ അവിടെയെല്ലാം നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരുവൻ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ് ഈ പകലിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് ആലയത്തിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയത്.
ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവയെ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകും. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഹല്ലേലൂയ, അത് എണ്ണിക്കൂടാതെ വണ്ണം അത് അധികമാണ്. ഈ ഒരു ദിവസം പോരാ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർത്തു നോക്കിയാൽ. ഹല്ലേലൂയ. ദാവീദ് പറയുക, ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു. നമ്മുടെയൊക്കെ സഭകളിൽ സാക്ഷ്യത്തിന് നമ്മൾ സമയം കൊടുക്കാറുണ്ട്. എന്നാൽ ആ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു ദിവസം മുഴുവൻ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വർണ്ണിച്ചാലും അത് തീരത്തില്ല. കാരണം അവ എണ്ണിക്കൂടാവണ്ണം അധികമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഓർത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ വിചാരങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അവനോട് സദൃശൻ വേറെ ആരുമില്ല. നിന്നെ സഹായിപ്പാൻ നിന്റെ സഹോദരങ്ങൾക്കോ നിന്റെ ചാർച്ചക്കാർക്കോ നിന്റെ തലമുറകൾക്കോ നിന്റെ കൂട്ടുകാർക്കോ കഴിയുകയില്ല. എന്നാൽ നിന്നെ കുറിച്ച് വിചാരപ്പെടുന്ന നിന്റെ ഞരക്കത്തെ അറിയുന്ന ദൂരത്ത് നിന്റെ സിരൂപങ്ങളെ മനസ്സിലാക്കുന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവനാണ് ഇന്ന് പകൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ 40-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദ് പറയുക, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ഹല്ലേലൂയ. ദാവീദിനെ അറിയാം. നമുക്കറിയാം ദാവീദിന്റെ ചരിത്രം. കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ഇടയ ചെറുക്കനായിരുന്നു ദാവീദ്. എന്നാൽ ദൈവമാണ് കാട്ടിൽ നിന്ന് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുവാനിടയായിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് പറയുക, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഇന്ന് മകൾ നീ പണമില്ലാത്തവനായിരിക്കാം, ഹല്ലേലൂയ, ദരിദ്രനായിരിക്കാം, എളിയവനായിരിക്കാം. അവൻ നിന്നെ സഹായിക്കാൻ ഒരു വ്യക്തി പോലും മുമ്പോട്ട് വന്നില്ലായിരിക്കാം. ഇന്ന് പകൽ ഹല്ലേലൂയ കർത്താവ് നിന്നെ കുറിച്ച് വിചാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എന്റെ ദൈവമേ താമസിക്കരുതേ. ദാവീദിന് ഒരു കാര്യം ഉറപ്പാ. ഹല്ലേലൂയ. വേറെ ആർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലായെങ്കിലും ശൗലിനോ യോനാഥാനോ തന്റെ കൂടെ ഉള്ളവർക്കോ തന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും താൻ എളിയവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഹല്ലേലൂയ എന്നെ കുറിച്ച് വിചാരിക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അവന് നല്ല ബോധ്യമുണ്ട്, നല്ല ഉറപ്പുണ്ട്. തന്നെ സഹായിക്കുന്ന, തന്നെ വിടുവിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. ഇതുപോലെ എത്ര പേർക്ക് ആ ഉറപ്പും വിശ്വാസമുണ്ട്? എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, എന്നെ സഹായിക്കുന്ന ഒരു ദൈവം. ആരൊക്കെ എന്നെ കൈവിട്ടാലും ഹല്ലേലൂയ, ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ ഹല്ലേലൂയ എന്നെ അകറ്റി നിർത്തിയാലും എന്നെ വിടുവിക്കുന്ന, എന്റെ ആവശ്യമറിഞ്ഞ് എന്നെ സഹായിക്കുന്ന ഒരുവൻ എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തുതിച്ചാട്ടെ. നിനക്ക് വേറെ ആരുമില്ല എങ്കിലും, നിന്റെ പരിഭവങ്ങളും നിന്റെ പരാതികളും ആരും കേൾക്കാനില്ല എങ്കിലും നിന്നെ കുറിച്ച് വിചാരിക്കുന്ന, നിന്നെ കുറിച്ച് ഓർക്കുന്ന, നിന്റെ കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ഒരുവൻ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലും പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടില്ല, പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടില്ല, ഞെരുക്കം ഇല്ലാഞ്ഞിട്ടില്ല. ഈ പകലിലും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത്, എന്നെ സഹായിക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും.
ഹല്ലേലൂയ. ആ ഉറപ്പാണെന്ന് പകരം നമ്മളെ ധൈര്യത്തോടും ധൈര്യത്തോടും ഉറപ്പോടും കൂടെ നമ്മളെ അനുദിനവും മുമ്പോട്ട് നമ്മളെ നയിക്കുന്നത്. ഇതുപോലെ ആ ഉറപ്പുള്ള ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. നമ്മൾ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. Praise the Lord. 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 കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ആമേൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ.